മലകളെ നോക്കി സംസാരിക്കുക. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറയുക, മലകളെ നോക്കി സംസാരിക്കുക. നമ്മുടെ മുന്നിൽ നിൽക്കുന്ന തടസ്സങ്ങളാണ് മലകൾ എന്ന് പറയുന്നത്. മലകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അപ്പുറം എന്താണെന്ന് നമുക്ക് അറിയാൻ പാടില്ല. അതിന് നടുക്കൂടെ ഒരു വഴി വന്നാൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്ത് എന്താണെന്ന് നമുക്കറിയുള്ളൂ. ഒരു മലയുടെ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മറുവശത്ത് എന്ത് നിൽക്കുന്നു എന്ന് നമുക്കറിയാമോ? നമുക്ക് കാണാൻ പറ്റത്തില്ല. അതായത് അതാണ് ചില പ്രശ്നങ്ങൾ. നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ചില പ്രശ്നങ്ങളുടെ അപ്പുറം നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. ഇവിടെ നിൽക്കുമ്പോൾ എന്തായിത്തീരും, അപ്പുറത്ത് നന്മയാണോ തിന്മയാണോ വരുന്നത് നമുക്കറിയാൻ പാടില്ല. ആ മലയുടെ മുൻപിൽ നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, ഇനി എൻ്റെ ജീവിതം അവസാനിക്കുന്നത് വരെ 80 വയസ്സ് വരെ 90 വയസ്സ് വരെ ഞാൻ ഈ വലിയ മലയും കണ്ടുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നതെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ആ മലയുടെ അപ്പുറം ഒരു വലിയൊരു പൂന്തോട്ടം കർത്താവ് വെച്ചിട്ടുണ്ടായിരിക്കും. ആ മലയുടെ അപ്പുറം ഒരു വലിയ സന്തോഷം ഉളവാക്കുന്ന ഒരു കാര്യം കർത്താവ് വെച്ചിട്ടുണ്ടായിരിക്കും. അത് കാണണമെങ്കിൽ ആ മലയൊന്ന് നീങ്ങിപ്പോയാൽ മാത്രം മതിയായിരിക്കും. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ എന്താണ്, സാധാരണ ആ സ്ഥലങ്ങളിലൂടെ നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നാറില്ല. പക്ഷേ അതിൻ്റെ മല മുകളിലേക്ക് എത്തുമ്പോൾ, ചില സുഖവാസ കേന്ദ്രങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ആ മലയുടെ മുകളിലേക്ക് എത്തിയതിന് ശേഷം അവിടുന്ന് ഒരു മൗണ്ടൻ വ്യൂ എന്ന് സാധാരണ പറയാറുണ്ട്. ആ മൗണ്ടൻ വ്യൂ കാണുമ്പോഴാണ് വാവ് എന്തൊരു ഭംഗിയായിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം എന്താണ്, ആ മലയുടെ അപ്പുറം വളരെ മനോഹരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കിയിട്ട് പറ, നിങ്ങളുടെ മുന്നിലുള്ള ഈ പ്രശ്നത്തിൻ്റെ അപ്പുറത്ത് മനോഹരമായ കാര്യങ്ങൾ ഇരിക്കുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് മലകൾ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. മല അതിനപ്പുറമുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതുപോലെ ഞാൻ പറഞ്ഞു, അത് എന്താണ്, കൂടുതൽ വൈഡായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് പിടിച്ചങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് മാറ്റാൻ പറ്റത്തില്ല. നമ്മുടെ കൈകൊണ്ട് ഒതുക്കാൻ പറ്റാത്തതാണ്. മാനുഷികമായിട്ട് നമുക്ക് പലപ്പോഴും ചെയ്യാൻ പറ്റാത്തതാണ്. ചില സമയത്ത് നമ്മൾ ശക്തരായി പോവുകയാണ്. എങ്ങനെ ശ്രദ്ധിച്ചാലും, കഴിഞ്ഞ ആഴ്ച ഞാൻ ഉപയോഗിച്ച വാക്ക് വീണ്ടും പറയുകയാണ്, കൂട്ടിയാൽ കൂടാത്തതാണ്. ചില ആളുകൾ പറയില്ലേ, ഞാൻ കൂട്ടിയാൽ കൂടത്തില്ല എന്ന് പറയത്തില്ലേ. നമ്മൾ കൂട്ടിയ കൂടാത്തതുപോലെ നിൽക്കുന്ന ചില പ്രശ്നങ്ങളായിരിക്കാം ചിലത്. അതുപോലെ തന്നെ ചില സമയത്ത് അതിലൂടെ കടന്നു പോകാൻ പറ്റത്തില്ല. കാരണം മലയ്ക്കകത്തൂടെ തുരങ്ക പാത ആരെങ്കിലും ഉണ്ടാക്കിയാൽ മാത്രമേ കാർ ഓടിച്ച് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അതിനുള്ളിൽ കൂടെ പോകാൻ പറ്റുമോ? ഇല്ല. അത്രയും ഹാർഡാണത്. അതിൻ്റെ മണ്ണ് മാത്രമല്ല, പാറകളും കാണും അല്ലേ. അത്രയും ഹാർഡാണത്. അതിലൂടെ നമുക്ക് പാസ് ത്രൂ ചെയ്യാനായിട്ട്, അതിലൂടെ കടന്നു പോകാനായിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറയുക, വളരെ കടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പറഞ്ഞേ മല എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പക്ഷെ ഈ ലോകത്തിലുള്ള ആളുകൾ എന്താ ചെയ്യുന്നത്, ആ മലയുടെ അപ്പുറത്തേക്ക് പോകണമെങ്കിൽ അതിനുള്ളിലൂടെ ഒരു വഴി തുരന്നുണ്ടാക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ കർത്താവ് പറയുന്നത്, നിനക്കപ്പുറത്തേക്ക് കടക്കാൻ നീ ഒരു വഴി തുരന്നുണ്ടാക്കുകയല്ല വേണ്ടത്, നീ ചുമ്മാ പറഞ്ഞാൽ മതി, അത് കടലിൽ പോയിക്കോളും. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും അതിനുള്ളിലൂടെ ഒരു വഴി തുരന്നുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. മാനുഷികമായി നമ്മൾ കണ്ടു പഠിച്ചത് അതാണ്, നമ്മൾ കണ്ടു വളർന്നത് അതാണ്. നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് കാണിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ പഠിപ്പിച്ചത് കൊണ്ടും കാണിച്ചു തന്നിട്ടുള്ളത് കൊണ്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാണ്, അത് തുരന്നു പോകണ്ടേ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം എൻ്റെ അമ്മ തുരന്നാ പോയേക്കുന്നത്, എൻ്റെ മുകളിലുള്ള ആളുകൾ തുരന്നാണ് പോയത് ഞാൻ കണ്ടിട്ടുള്ളത്. ഈ ലോകത്തിലുള്ള ആളുകൾ ചെയ്യുന്ന തുരന്നു പോകുന്ന കണ്ടിട്ടുള്ളത്. നമ്മുടെ സംസ്കാരം പലപ്പോഴും അതായിരിക്കും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ചിന്തിക്കുന്ന എന്താ പറയുക, ക്രിസ്ത്യാനിറ്റി അതൊരു മതത്തിൻ്റെ കെട്ടുപാടിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ അങ്ങനെ തുരന്നു പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, നിന്നെ സംബന്ധിച്ച് പറഞ്ഞേ, ഈ മല തുരക്കാനല്ല വിളിച്ചിരിക്കുന്നത്, ഈ മലയോട് കൽപ്പിച്ച് കടലിലേക്ക് ചാടിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. എത്ര പേർ ചേർന്ന് ഒരു ഹല്ലേലൂയ പറയും? So don't speak about the mountain but speak to the mountain. അതുകൊണ്ട് ഒരിക്കലും മലയെ കുറിച്ച് നമ്മൾ സംസാരിക്കരുത്. മലയോട് നീങ്ങിപ്പോകാൻ വേണ്ടി മലയോട് സംസാരിക്കുകയാണ് വേണ്ടത്. എത്ര പേർ ചേർന്ന് ഉറക്കെ ഒരു ഹല്ലേലൂയ പറഞ്ഞാലും? അതുകൊണ്ട് ചില സമയത്ത് ഒരു ഓവർസൈസ്ഡ് പ്രോബ്ലം അല്ലെങ്കിൽ ഓവർസൈസ്ഡ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഓവർസൈസ്ഡ് ബാഗേജ് പോലെ നമുക്ക് തോന്നും. ചില പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത അത്രയും സൈസ് വലുതാണ് എന്ന് നമുക്ക് തോന്നിപ്പോകാറുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, അതിൻ്റെ ഏക പരിഹാരം അതിരിക്കുന്നത് നമ്മുടെ നാവിൻ്റെ തുമ്പത്താണ്. നമ്മുടെ പാസ്റ്റർ പഠിപ്പിച്ച പോലെ നാവിൻ്റെ, ഇങ്ങനെ കാണിക്കാറുണ്ട് പാസ്റ്റർ ഇടയ്ക്ക് അല്ലേ, നമ്മുടെ നാവിൻ്റെ തുമ്പത്താണ്. മരണവും ജീവനും നിങ്ങളുടെ നാവിൻ്റെ അധികാരത്തിൻ്റെ മേലാണ് ഇരിക്കുന്നത്. ഒരിക്കൽ കൂടെ കൈകൾ ഉയർത്തിയിട്ട് പറ, എൻ്റെ നാവാൽ പറഞ്ഞേ എനിക്ക് തന്നെ പ്രശ്നങ്ങളെ തടുത്തു മാറ്റുവാൻ സാധിക്കും. എത്ര പേർ ചേർന്ന് ഹല്ലേലൂയ പറയും? അതുകൊണ്ട് വിശ്വാസം, ഫെയ്ത്ത്
ദാറ്റ് വർക്ക്സ്, വിശ്വാസം പ്രവർത്തിക്കുന്നു. എത്ര പേർ ചേർന്ന് ഉറക്കെ വിളിച്ചു പറയും വിശ്വാസം പ്രവർത്തിക്കുന്നു? പറഞ്ഞേ ഹല്ലേലൂയ. പ്രവർത്തിക്കുന്ന ഒരു വിശ്വാസം. ഹല്ലേലൂയ. വെറുതെ ഇരിക്കുന്ന ഒരു വിശ്വാസമല്ല, പ്രവർത്തിക്കുന്ന ഒരു വിശ്വാസം. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? കർത്താവിൻ്റെ ശക്തിയും കൃപയും രോഗസൗഖ്യവും അത്ഭുതങ്ങളും എല്ലാം തന്നെ രക്ഷിക്കപ്പെട്ട ആ നിമിഷം മുതൽ ഒരു പവർ പോലെ നമ്മുടെ കൂടെയുണ്ട്. കാരണം പരിശുദ്ധാത്മാവ് വന്നപ്പോൾ, യേശുവിനെ കർത്താവേ എന്ന് നിങ്ങൾ വിളിച്ച മാത്രയിൽ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്തേക്ക് വന്നു. ദെൻ നിങ്ങൾ അഭിഷേകത്താൽ നിറഞ്ഞപ്പോൾ അവൻ്റെ അളവ് നിങ്ങളുടെ അകത്ത് കൂടുതൽ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. വീണ്ടും എന്താ പറയുക, നിങ്ങൾ എന്താ അപ്പസ്തലപ്രവൃത്തി 1-ാം അധ്യായം 8-ാമത്തെ വചനത്തിലേക്ക് വരുന്ന പോലെ കൂടുതൽ ശക്തിയിലേക്ക് വന്നപ്പോൾ നിറഞ്ഞു കവിയുന്ന, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ആംബ്രോസ് ബ്രദർ അതാണ് ഇരുന്നത് അല്ലേ, അപ്പോണസ് എന്നുള്ള ആ ഒരു ഭാഗമൊക്കെ എടുത്ത് പറഞ്ഞു. നമ്മുടെ അകത്തുള്ള പരിശുദ്ധാത്മാവ് പുറകിലും അതിൻ്റെ മുകളിലൂടെ കവിഞ്ഞൊഴുകുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ അളവ് നമ്മുടെ ജീവിതത്തിൽ കൂടി കൂടി വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് തന്നെ ചില കാര്യങ്ങളെ മാനേജ് ചെയ്യാനും ചില കാര്യങ്ങളെ പരിഹരിക്കാനും ചിലതിനെ കൽപ്പിക്കാനും ചിലതിനെ എടുക്കാനുള്ള അധികാരം ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടൊപ്പം നമ്മുടെ അകത്തുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും അത് തിരിച്ചറിയാറില്ലെന്ന് മാത്രം. ഹല്ലേലൂയ. എല്ലായ്പ്പോഴും മനസ്സിലാക്കുക, അത്ഭുതങ്ങൾ, ദൈവപ്രവർത്തികൾ നടക്കുന്നത് വിശ്വാസത്താലാണ്. എല്ലാവരും ചേർന്ന് പറഞ്ഞ വിശ്വാസം. വിശ്വാസത്തെയും പ്രവൃത്തിയെയും നമുക്കൊരിക്കലും മാറ്റി നിർത്താനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണല്ലോ വിശ്വാസമില്ലാതെ പ്രവൃത്തിയില്ല, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പ്രവൃത്തിയും വിശ്വാസവും ഇതിന് രണ്ടിനെയും കൂട്ടിച്ചേർക്കണം എന്നുള്ളത് തന്നെയാണ് അപ്പസ്തോലന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തന്നെ എപ്പോഴും മനസ്സിലാക്കുക, വിശ്വാസത്തെയും സംശയത്തെയും ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ നമുക്ക് നിർത്താനും സാധ്യമല്ല. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ്, വിശ്വാസത്തെയും പിന്നെ പ്രവൃത്തിയെയും നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകണം. എന്നാൽ വിശ്വാസത്തെയും സംശയത്തെയും നമുക്ക് ഒരിക്കലും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കിയിട്ട് പറ, തിങ്കളാഴ്ച സംശയാലുവും പറഞ്ഞേ ഞായറാഴ്ച വിശ്വാസിയുമായിട്ട് ജീവിക്കരുത്. നമുക്ക് പലപ്പോഴും അതാ സംഭവിക്കുന്നത്. നമ്മൾ വിശ്വാസം ഉണ്ടാവും, അപ്പം തന്നെ നമുക്ക് സംശയം ഉണ്ടാവും. ഇത് രണ്ടും കൂടി ഒരു കുടക്കീഴിൽ അല്ലെങ്കിൽ ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ ഒരിക്കലും മുന്നോട്ട് പോവുകയില്ല. ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 28-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത് വിശ്വാസമാണ് എല്ലാം എന്ന് പറയുന്നത്. അത് നമ്മൾ നേടിയിട്ടുള്ളത് കൃപയാലുള്ള വിശ്വാസത്താലാണ്. നമ്മുടെ രക്ഷ നമ്മൾ നേടിയിട്ടുള്ളത് അത് പ്രവർത്തികളാലല്ല താനും എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ യാക്കോബിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ് എന്താണ്, വിശ്വാസം അല്ലെ പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം എന്താണ്, നിർജീവമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് ഭയങ്കര വൈരുദ്ധ്യമായിട്ട് ഇതിന്റെ കാര്യത്തിൽ തോന്നും. എന്നാൽ ഇതിനകത്ത് ഒരു വൈരുദ്ധ്യത്തെക്കുറിച്ചും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒറ്റ കാര്യമുള്ളൂ, എന്താണ്, വിശ്വാസവും പ്രവൃത്തിയും ഒരുമിച്ച് കൊണ്ടുപോകണം. ഹല്ലേലൂയ. വിശ്വാസത്താലുള്ള ചില പ്രവൃത്തികൾ ഒരുമിച്ച് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ നമ്മുടെ വിശ്വാസത്തിന്റെ കാര്യങ്ങൾ എന്താ പറയുക, അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യപ്പെടുന്ന പോലെ, പ്രദർശിപ്പിക്കപ്പെടുന്നത് പോലെയുള്ള പ്രവൃത്തികൾ നമ്മളിൽ നിന്നുണ്ടാകണം. ഹല്ലേലൂയ. ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിച്ചത് കൊണ്ടാണ് ഇന്ന് രാത്രിയിലുള്ള ഈ മീറ്റിംഗിൽ നിങ്ങൾ കൊച്ചിൻ ബ്ലെസ്സിംഗ് ടുഡേ ചേർച്ചിൽ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ലൈവിൽ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്രോഗ്രാം ഇരുന്ന് കാണാമായിരുന്നല്ലോ. എന്തുകൊണ്ടാണ്? ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിച്ചു. ആ വിശ്വാസം നിങ്ങളുടെ പുറത്തുകൂടെ പ്രകടമായി കൊണ്ടിരിക്കുകയാണ് കൂട്ടായ്മ ബന്ധം ആചരിക്കുന്നതിലൂടെ. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ യഥാർത്ഥ വിശ്വാസം നമ്മുടെ പ്രവൃത്തികളാലാണ് തെളിഞ്ഞു വരുന്നത്. കർത്താവിന് എപ്പോഴും ആ പ്രവൃത്തിയെ കാണാൻ വളരെ ആഗ്രഹമുണ്ട്. വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളെ കാണാൻ വളരെ ആഗ്രഹമുണ്ട് കർത്താവിന്. വിശ്വാസം ഉള്ളിലുണ്ടെന്ന് പറയുകയും അതിനനുസരിച്ച് വായ കൊണ്ട് സംസാരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കാതെയും ചെയ്യുന്നവരോട് കർത്താവിന് കുറച്ചൊരു വിരോധമുണ്ട്. അയ്യോ, ഞാൻ ശരിക്കോ പറഞ്ഞേ, കർത്താവിന് ശരിക്കും ചെറിയൊരു നീരസമുണ്ട് അവരോട്. നമുക്ക് നോക്കാം, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കാനായിലെ കല്യാണ വീടാണ്. അവിടുത്തെ സീൻ എന്താണ്? വീഞ്ഞ് തീർന്നു പോയി അല്ലേ? വീഞ്ഞ് തീർന്നു പോയി നിൽക്കുന്ന ഒരു സീനിൽ അവിടെ നിൽക്കുകയാണ്. അവിടെ നിൽക്കുമ്പോൾ മറിയ, യേശുവിൻ്റെ അമ്മയായിട്ടുള്ള മറിയ വന്നിട്ട് യേശുവിനോട് ചോദിക്കുകയാണ്, ദേ നോക്ക് മോനെ, ഇവിടെ വീഞ്ഞ് തീർന്നു പോയി, അതുകൊണ്ട് ഇവരധികം ഒന്നും കഷ്ടപ്പെടുത്തിക്കരുത്. ഞാൻ എൻ്റെ ഭാഷയിലൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഇവരധികം ഒന്നും കഷ്ടപ്പെടുത്തരുത്. നീ വലിയ പ്രവാചകനാണെന്നും നീ വലിയ പുള്ളിക്കാരനാണെന്നൊക്കെ പറയുക. പിന്നെ പലരും പറയുന്ന യോഹന്നാൻ എന്ന് പറയുന്ന ശിഷ്യൻ്റെ കല്യാണമാണ് നടക്കുന്നതെന്നാണ് അവിടെ പറയുന്നത് പല ആളുകളും, വേദപണ്ഡിതന്മാരൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ യേശുവും ശിഷ്യന്മാർ ഇത്രയും ആഘോഷപൂർവ്വം അതിനകത്ത് ചെല്ലില്ലായിരുന്നു എന്നാണ് പറയുന്നത്. എനിവേ, നിൻ്റെ ശിഷ്യനായിട്ടുള്ള ഒരാളുടെ കല്യാണവും കൂടിയാണ് നടക്കുന്നത്.
ഇപ്പം നമ്മുടെ ഇവിടെ തന്നെ ഒരു ഫുൾ ടൈം മിനിസ്ട്രിയിലുള്ള ഒരാളുടെ കല്യാണം ഇവിടെ നടക്കുകയാണെങ്കിൽ അത് നമ്മുടെ അഭിമാന പ്രശ്നമാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ അഭിമാന പ്രശ്നമാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് നീ ഈ കാര്യത്തിൽ എന്തെങ്കിലും കാര്യം ചെയ്യണം എന്ന് പറയുകയാണ്. ഇത് പറയുന്ന സമയത്ത് യേശു കർത്താവിനൊരു ഭയങ്കര നീരസം ഉണ്ടാവുകയാണ്. അതിൻ്റെയാണ് സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്. അതങ്ങ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതിന് എന്തൊക്കെ വ്യാഖ്യാനങ്ങൾ ആരൊക്കെ കൊടുത്തെന്ന് പറഞ്ഞാലും ശരി, ഡയറക്റ്റായിട്ട് നമുക്കൊരു വ്യാഖ്യാനമുണ്ട്. യേശുവിന് ഇച്ചിരി വിഷമം ഉണ്ടായിട്ടുണ്ട്, അത് പറഞ്ഞതില്ല അല്ലേ? അത് ഇംഗ്ലീഷിൽ വായിച്ചാലും ശരി, മലയാളത്തിൽ വായിച്ചാലും ശരി, തമിഴിൽ വായിച്ചാലും ശരി, ഗ്രീക്കിൽ വായിച്ചാലും ശരി, ഏതിൽ വായിച്ചാലും അവിടെ ഒരു ഇച്ചിരി യേശുവിൻ്റെ ഒരു പരിഭവമോ ഒരു നീരസമോ നമുക്കവിടെ മനസ്സിലാകുന്നുണ്ട്. എന്നാൽ ആ നീരസം കണ്ട മാത്രമേ തന്നെ നമ്മൾ അമ്മമാരായിട്ടുള്ളവർക്ക് മനസ്സിലാവും. നമ്മുടെ ആമക്കൾ ഇത്തിരി നീരസപ്പെട്ട് കഴിഞ്ഞാൽ ഉടനടി നമ്മൾ ആക്ഷൻസ് ഒക്കെ ടക്ക് ടക്ക് ടക്കെന്ന് മാറ്റും. ശരിയാണോ? എനിക്ക് നല്ലോണം അറിയാം. ഇവിടെ ആൺമക്കളൊക്കെ ഉള്ള അമ്മമാർക്ക് പെട്ടെന്ന് മനസ്സിലാവും ആ കാര്യങ്ങൾ. പെട്ടെന്ന് അവർക്കൊരു നീരസം വന്നപ്പോൾ, യേശുവിനൊരു നീരസം വന്നപ്പോൾ അമ്മ എന്താ ചെയ്തത്? അവൾ ആക്ഷൻ മാറ്റി. അവൾ അപ്പുറത്തേക്ക് പോയി. എവിടെ? കലവറയുടെ അപ്പുറത്തേക്ക് പോയി. കലവറയുടെ അപ്പുറത്ത് പോയിട്ട് അവിടെയുള്ള പണിക്കാരോടൊക്കെ പറയാണ്, അവൻ ഇനി കുറച്ചു നേരം കഴിഞ്ഞിട്ടേ നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ വരുമായിരിക്കും കേട്ടോ. വരും, നമുക്ക് നല്ല ഉറപ്പാ. എന്നിട്ട് വന്നിട്ട് അവൻ നിങ്ങളോട് എന്തെങ്കിലും ഒന്ന് കൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്തേക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട്, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സാരിയുടെ തലയൊക്കെ എടുത്ത് എന്താ പറയുക, തലയിലോട്ടിട്ടിട്ട് അപ്പുറത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതോടെ അവൾ അവളുടെ പരിപാടി തീർത്തു. കർത്താവ് ശരിക്കും പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്തിരുന്നത് അവനോട് പോയി ആദ്യം പരാതി പറയുന്നതിനേക്കാളും ആ വിശ്വാസത്തിന്റെ പ്രവൃത്തിയായിട്ട് അവൾ അപ്പുറത്ത് ആദ്യം പോയി കലവറയിൽ പോയി പറയാനാ. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. യേശുവിൻ്റെ അടുക്കിലേക്ക് ഒരു പരാതിയുമായിട്ട് ചെല്ലുന്നതിനേക്കാൾ മുമ്പായിട്ട്, നീ എന്നെ മനസ്സിലാക്കിയവളല്ലേ, നീ എന്നെ തിരിച്ചറിഞ്ഞവളല്ലേ, ഞാൻ ഈ ഭൂമിയിലേക്ക് ജനനമെടുത്ത സമയം മുതൽ എൻ്റെ അഭിഷേകം എന്താണെന്ന് നീ തിരിച്ചറിഞ്ഞില്ലേ, 12-ാം വയസ്സിൽ ഞാൻ എന്താണെന്ന് നീ തിരിച്ചറിഞ്ഞതല്ലേ, എന്നിട്ട് എന്തുകൊണ്ടാണ് എൻ്റെ അടുക്കൽ ഒരു പരിഭവവും പരാതിയുമായിട്ട് ഒരു പ്രാർത്ഥനയുമായിട്ട് നീ വരുന്നത്? പകരം വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യാൻ നീ അപ്പുറത്ത് പോയി സംസാരിക്ക്. ഇതാ യേശു എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ നിന്ന്. ഇനിയിപ്പോൾ മനസ്സിലായെന്നാ ഞാൻ വിചാരിക്കുന്നത്. മനസ്സിലായെങ്കിൽ ഒരു ഹാലലുയ പറ. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ പണ്ടപ്പരപ്പ് മുഴുവൻ പറയാനുള്ള ഒരു ഇടമല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ പരാതികൾ പ്രകടിപ്പിക്കാനുള്ള ഒരു ഇടമല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ പരിഭവങ്ങൾ ദൈവത്തോട് പറയാനുള്ള ഒരു ഇടമായിട്ട് കരുതരുത്. അത് ഏതൊക്കെയോ സമ്പ്രദായങ്ങളിൽ നിന്ന്, ഏതൊക്കെയോ മതങ്ങളിൽ നിന്ന്, ഏതൊക്കെയോ സംസ്കാരങ്ങളിൽ നിന്ന് മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് കയറിക്കൂടിയ ഒരു ആശയമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അത് വിശ്വാസത്തിന്റെ പ്രവൃത്തി ഉൾക്കൊള്ളുന്ന, വിശ്വാസത്താൽ നിറഞ്ഞുകൊണ്ട് ദൈവത്തോട് മുഖാമുഖം സംസാരിക്കുന്ന കൂട്ടായ്മ ബന്ധമാണ് പ്രാർത്ഥന. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് കണ്ണിലേക്ക് ശരിക്കും നോക്കിയിട്ട് പറ, കർത്താവിനോട് പരാതി പറയുന്നത് നിർത്തിയിട്ട് നേരെ നേരെ നോക്കി നല്ലോണം സംസാരിക്കുക. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭാര്യയും ഭർത്താവ്, ഒരു ഭർത്താവ് ഏത് സമയവും നിങ്ങളെപ്പറ്റി ഇങ്ങനെ പരാതി അല്ലെങ്കിൽ ഭാര്യ നിങ്ങളോട് നിങ്ങളെപ്പറ്റി ഭർത്താവിനോട് പരാതി ഇങ്ങനെ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ബന്ധം ഒരു ഊഷ്മളമായിട്ടുള്ളൊരു ബന്ധമായിട്ട് തോന്നുമോ? പറ. നിങ്ങൾ ഒരിക്കലും തോന്നത്തില്ല അല്ലേ? ഈ ലോകത്തിൽ പോലും അതങ്ങനെ തോന്നത്തില്ലെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ അടുക്കൽ പ്രാർത്ഥനയുമായിട്ട് ചെല്ലുമ്പോൾ അതൊരിക്കലും ഒരു പരാതികൾ ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വന്നേക്കാം. എങ്കിൽ പോലും അകത്ത് വിശ്വാസമുണ്ടെങ്കിൽ ആ പരാതികളൊക്കെ മാറ്റിയിട്ട് നമ്മുടെ മനോഭാവങ്ങൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ സംസാരം പോലും വിശ്വാസത്തിൻ്റെ റിഫ്ലക്ഷൻസ്, അതിൻ്റെ പ്രതിഫലനങ്ങൾ ആകുന്നിടത്താണ് നമ്മുടെ കർത്താവ് സന്തോഷിക്കുന്നത്. ഹല്ലേലൂയ. ഒരു നിമിഷം കൈകളൊന്ന് ഉയർത്തിയിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഞങ്ങളിപ്പോൾ തീരുമാനിക്കുകയാണ് കർത്താവേ, വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളിലേക്ക് വരുവാൻ ഞങ്ങളിപ്പോൾ തീരുമാനിക്കുകയാണ് കർത്താവേ. പരാതികളുടെ പ്രാർത്ഥനയുടെ തട്ടിൽ നിന്ന് വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളിലേക്ക് വരുവാൻ ഞങ്ങൾ തീരുമാനിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. മറിയ അത് ചെയ്തു അല്ലേ? അപ്പുറത്ത് പോയി മറിയ അവരോട് പറഞ്ഞു. എന്ത് സംഭവിച്ചു? കുറച്ചു നേരം കഴിഞ്ഞപ്പം യേശു റെഡിയായി. ഓക്കെ, എൻ്റെ നാഴിക വന്നു. കാരണം എന്താ? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ലെന്നാ കർത്താവ് പറഞ്ഞത്. എപ്പോഴാ വന്നത്? മറിയ വിശ്വാസത്തിന്റെ പ്രവൃത്തി അപ്പുറത്ത് പോയി. അവള് കറക്റ്റ് ഉറച്ച് വിശ്വസിക്കും. ഇപ്പൊ അവൻ വരും, ഈ വെള്ളം അവൻ എന്തോ പറയും, വെള്ളം ഇഞ്ഞാക്കൊന്നായിരിക്കത്തില്ല, അവൻ എന്തോ പറയും, അവൻ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഈ സാധനം റെഡിയാവും എന്നുള്ളത് അവൾ ഉറച്ച് വിശ്വസിച്ചു. അപ്പുറത്ത് പോയി പറഞ്ഞു. കർത്താവിൻ്റെ നാഴിക ആ നിമിഷത്തിൽ ഡാം
ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ഇന്ന് ഈ ഫ്രൈഡേ സർവീസിൽ അറ്റൻഡ് ചെയ്യുന്ന ഓരോ ദൈവമക്കളോടും ഞാനിപ്പോൾ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, ഇതുപോലെ വിശ്വാസത്തിന്റെ കാൽച്ചുവടുകൾ, പരാതിയുടെ പ്രാർത്ഥനകൾ അവസാനിപ്പിച്ചിട്ട് വിശ്വാസത്തിന്റെ കാൽച്ചുവടുകളും വിശ്വാസത്തിന്റെ പ്രവൃത്തികളും തുറന്നെടുത്ത് ഇത് അത്ഭുതം ഒറ്റയടിക്ക് വന്ന് വീഴുകയാണ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒന്നുകൂടെ പറ, അത്ഭുതം താമസിക്കുന്നത്, പറഞ്ഞേ, വിടുതലുകൾ താമസിക്കുന്നത് നമ്മുടെ പ്രവൃത്തിയാൽ സംഭവിക്കാത്ത ചില കാര്യങ്ങൾ കൊണ്ടാണ്. ചില സമയത്ത് അവിടെ മറിയയ്ക്ക് വെള്ളമൊന്നും നിറയ്ക്കാനായിട്ട് മറിയയ്ക്ക് അറിയില്ല. വെള്ളം നിറയ്ക്കണോ അതറിയില്ല. കാരണം പ്ലാൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മറിയയ്ക്ക് അറിയില്ല. ഹല്ലേലൂയ. പക്ഷെ മറിയയ്ക്ക് ഒരു കാര്യം അറിയാം, കാര്യം സെറ്റാ, കാര്യം ഓക്കെയാണ്. ഹല്ലേലൂയ. നമ്മുടെ പഴയ നാടൻ ഭാഷയിൽ പറഞ്ഞ അപ്പം നിന്നാ പോലെ കുഴിയണോ എന്ന് ചോദിക്കുന്ന പോലെ അപ്പം ഓക്കെയാണ്. കുഴിയുടെ കണക്കൊന്നും മറിയക്ക് നോക്കണ്ട. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, ഇതുപോലൊരു അത്ഭുതം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. എപ്പോഴും യോശുവയുടെ പുസ്തകത്തിലേക്ക് പോകുമ്പോൾ യോശുവ ആരാണ് നമുക്കറിയാം അല്ലേ? മോശയ്ക്ക് ശേഷം വന്ന മോശയുടെ സക്സസ്, മോശയുടെ പിൻഗാമിയായിട്ടുള്ള വ്യക്തിയാണ് യോശുവയുടെ പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അതിൻ്റെ അവസാനത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, അവർ കനാൻ നാട്ടിലേക്ക് ഇറങ്ങി. പക്ഷേ അവിടെ എത്തിയപ്പോഴത്തേനും അവരുടെ മന്ന നിന്നുപോയെന്ന്. നീ എന്തു തിന്നും, എന്നാ തിന്നും, മന്ന നിന്നുപോയി. പക്ഷെ അവരുടെ മുന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ എരീഹോ കോട്ട മുഴുവൻ ബെന്തോസാക്കി വെച്ചേക്കുക. അത് കവർ ചെയ്യാതെ അവർക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാൻ പറ്റില്ല. അടുത്ത ഫുഡോ കാര്യങ്ങളോ അവർക്ക് നേടിയെടുക്കാൻ പറ്റത്തില്ല. ഇത്ര ദിവസങ്ങൾ കഴിഞ്ഞാൽ അവർ പട്ടിണിയായി പോകും. മനസ്സിലാകുന്നുണ്ടോ? അവരുടെ കയ്യിൽ കരുതി വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ ആ നാട്ടിലേക്ക് എത്തിയപ്പോൾ അവിടെ നിന്ന്, ആ കനാലിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് ഭക്ഷണമേ ഉള്ളൂ. അതുവരേക്കും അവർക്ക് ഭക്ഷണത്തിന് വേണ്ടി ചിന്തിക്കേണ്ട പോലും ഇല്ലായിരുന്നു. കാരണം മന്ന ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ. മന്ന നിന്നുപോയി. മുമ്പിലാണെങ്കിൽ എരീഹോ കോട്ടയും. ഒന്ന് ഓർത്തോക്കെ, ചെകുത്താലിനും കടലിനും ഇടയിൽ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് കർത്താവ് പറയുന്ന ഒരൊറ്റ കാര്യമാണ്, വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തി ചെയ്യുക. എന്താ? ചുറ്റി നടക്കുക. 7 ദിവസവും ചുറ്റുക. 7-ാം ദിവസം 7 പ്രാവശ്യം ചുറ്റുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനെയാ പറയുന്ന വാക്ക് ബൈ ഫെയ്ത്ത് എന്ന് പറയുന്നത്. വിശ്വാസത്താൽ നടക്കുക. പുതിയ നിയമത്തിലേക്ക് പറയുമ്പോൾ അല്ലേ, നാം വിശ്വാസത്താൽ നടക്കുന്ന, കാഴ്ചയാലല്ല വിശ്വാസത്താൽ നടക്കുന്നവരായി തീരണം എന്ന് ബൈബിൾ പറയുന്ന പോലെ അവര് വിശ്വാസത്തിൽ നടക്കുകയായിരുന്നു. അവിടെ പ്രത്യേകിച്ച് പറഞ്ഞു, ആരും ഒന്നും സംസാരിക്കരുത് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വാസം സംസാരിക്കുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശ്വാസത്തിൽ നടക്കുക എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ അവർ വിശ്വാസത്താൽ അവർ നടക്കാനായിട്ട് തുടങ്ങി. എന്ത് സംഭവിച്ചു? കോട്ട ഇടിഞ്ഞ് തകർന്ന് താഴെ വീണു. ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലായ്പ്പോഴും മനസ്സിലാക്കുക, ഞാൻ ആദ്യം പറഞ്ഞ അതേ വാക്ക് വീണ്ടും പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് വന്ന ആ നിമിഷം മുതൽ ദൈവാത്മാവിൻ്റെ ശക്തിയോട് നിങ്ങൾ പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ ശക്തിയാൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നടക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് എപ്പോഴും മനസ്സിലാക്കുക, നെഗറ്റീവ് പറയരുത്, പോസിറ്റീവ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ശക്തി അവിടെ ഉണ്ട്. പക്ഷെ ശക്തിക്ക് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം അതിനൊരു മോഷൻ അല്ലെങ്കിൽ ഒരു ആക്ഷൻ അതിനാവശ്യമാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ വീട്ടിനകത്തേക്ക് ഞങ്ങൾ കയറിയ സമയത്ത് ആദ്യ കാലത്തൊക്കെ ഞങ്ങളുടെ ഈ ടോയ്ലറ്റ്സിലൊക്കെ സാധാരണ ഈ ലൈറ്റ്സും ഫാനും ഒക്കെ ഉണ്ടാവുമല്ലോ നമുക്ക്. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അന്ന് പിള്ളേരൊക്കെ പലരും ആളുകളും ഗസ്റ്റ് ഉണ്ടാവും, കുട്ടികളുണ്ടാവും. എല്ലാവരും ടോയ്ലറ്റിൽ ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നു. പിന്നെ അവിടുത്തെ വേറെ ഉണ്ടാവുമല്ലോ ഈ എക്സോസ് ഫാൻ, ഇങ്ങനത്തെ സാധനമൊക്കെ ഓഫ് ചെയ്യാൻ മറന്നു. കുട്ടികൾ മറന്നു. പിന്നെ ഗസ്റ്റ് പിന്നെ മറന്നു, ഉറപ്പല്ലേ? അപ്പോൾ എല്ലാ ആളുകളും മറന്നു പോകും. അങ്ങനെ മറന്നു പോകുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ വലിയ ഹ്യൂജ് കറണ്ട് ബില്ല് വരും. നമ്മുടെ ബില്ലല്ലേ, നല്ല ബില്ല് വരും. അപ്പോൾ പാസ്റ്റർ അതിന് പിന്നെ ഒരു പരിഹാരം കണ്ടുപിടിച്ചു. എന്താണെന്നറിയാമോ? ഒരു സ്പെഷ്യലായിട്ട് ഒരു എന്താ പറയുക, ഒരു സെൻസർ മേടിക്കാൻ കിട്ടും നമുക്ക്. ആ ഒരു സെൻസർ നമ്മൾ അതിനകത്തൂടെ ഫിക്സ് ചെയ്തിട്ട് ആ റൂമിലുള്ള ലൈറ്റ്സിനോടും ഫാനിനോടും ആ സെൻസർ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബാത്റൂമിൽ മാത്രം ഒരു സെൻസർ ഫിക്സ് ചെയ്തു. ആ സെൻസർ ഫിക്സ് ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതിൻ്റെ സ്വിച്ച് ഓൺ ആണെങ്കിൽ നമ്മൾ ബാത്റൂമിലോട്ട് കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ ഫാൻ ഓട്ടോമാറ്റിക്കലി ഓൺ ആവും, ലൈറ്റ്സ് ഓട്ടോമാറ്റിക്കലി ഓൺ ആവും. ഓക്കെ, പിന്നെ സെൻസറിൽ നമുക്ക് ടൈം ഫിക്സ് ചെയ്ത് വെക്കാം. 2 മിനിറ്റ്സ് വരെ, 3 മിനിറ്റ്സ് വരെ, 5 മിനിറ്റ്സ് വരെയൊക്കെ. 1 മിനിറ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ടോയ്ലറ്റിൽ ഇരിക്കുമ്പോഴത്തേനും പക്ഷെ ആൾ അനങ്ങിയില്ലെങ്കിൽ ലൈറ്റും ഫാനും കിട്ടും. ആൾ അനങ്ങിക്കൊണ്ടിരുന്നാൽ ഒരു കുഴപ്പമില്ല.
അപ്പം ചിലപ്പോൾ 5 minutes വരെയൊക്കെ ആയിരിക്കും വെച്ചേക്കുന്നത്. അപ്പം ഞങ്ങൾ അതിനകത്ത് സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് കെട്ടുപോയാലും ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി, അപ്പോൾ തന്നെ ശരിയാവും. ഓക്കെ, ഞാനിത് ഉദാഹരണം പറഞ്ഞതേ നിങ്ങളുടെ വീട്ടിലൊരു സെൻസർ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാനിത് പറഞ്ഞത്. നിങ്ങൾ വേണമെങ്കിൽ പിടിപ്പിച്ചോ, നല്ലതാണ്, കറണ്ട് കാശ് കുറഞ്ഞു കിട്ടും. ഓക്കെ, ഞാനിത് പറഞ്ഞതേ അവിടെ ഓൾറെഡി പവർ ഉണ്ട്. ആ ലൈറ്റ്സിലേക്കുള്ള പവർ, ആ ഫാനിലേക്കുള്ള പവർ അവർ ഓൾറെഡി ഉണ്ട്. പക്ഷെ എപ്പോൾ ഒരു ഹ്യൂമൻ മോഷൻ അതിനകത്ത് നടക്കുന്നുണ്ട്, ഒരു ആക്ഷൻ അതിനകത്ത് വരുന്നത്, അതിപ്പോൾ ഇനിയിപ്പോൾ ഇതിനകത്ത് ഒരു പ്രാവ് ചലിച്ചാലും മതി, വേറെ എന്തെങ്കിലും കറങ്ങിയാലും മതി, ഏതെങ്കിലും ഒരു ആക്ഷൻ അതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെയുള്ള ലൈറ്റ്സുകൾ ഓൺ ആവും. നിങ്ങൾ ചിലപ്പോൾ ഹോട്ടലുകളിലൊക്കെ ചെന്നാൽ കാണും, നിങ്ങൾ കാലെടുത്ത് നടന്നു പോകുമ്പോൾ കോറിഡോറിലുള്ള ലൈറ്റ്സ് എല്ലാം ഇങ്ങനെ ഓൺ ആയിക്കൊണ്ടിരിക്കും. നിങ്ങൾ വലിയ വിശ്വാസത്തിൻ്റെ വീരവനിതയായിട്ടൊന്നുമല്ല, അതവിടെ സെൻസർ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. പക്ഷെ ഇതുപോലെയാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. ഇതുപോലുള്ള ശക്തി, ഓർക്കുക, ഈ ശക്തിയുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, പരിശുദ്ധാത്മാവുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷെ എപ്പോൾ നാം മോട്ടിവേറ്റഡ് ആകുന്നുണ്ട്, അല്ലെങ്കിൽ എപ്പോൾ നാം ആക്ഷനിലേക്ക് വരുന്നുണ്ട്, എപ്പോൾ ആ മോഷനിലേക്ക് നമ്മൾ വരുന്നുണ്ട്, എപ്പോൾ നമ്മൾ പ്രവൃത്തിയിലേക്ക് വരുന്നുണ്ട്, അപ്പോൾ ആ പവർ നമ്മൾ ചലിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ആ ആക്ഷൻ ഇല്ലാത്തിടത്തോളം സമയം, ആ വ്യക്തി അതിനകത്തേക്ക് കയറാത്തിടത്തോളം സമയം ആ ലൈറ്റ്സ് ഒരിക്കലും ഓൺ ആവത്തില്ല, ആ ഫാൻ ഒരിക്കലും ഓൺ ആവത്തില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറ, ശക്തി പ്രവഹിക്കാത്തത്, പറഞ്ഞേ, വിശ്വാസത്തിന്റെ പ്രവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ്. ആ രക്തസ്രവക്കാരിയായിട്ടുള്ള സ്ത്രീയുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചത്? യേശു പറഞ്ഞു, എൻ്റെ കയ്യിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് പറഞ്ഞു. എന്താ കാര്യം? അവൾ പോയി തൊട്ടു. എന്തിന്റെ തൊടലാ തൊട്ടത്? വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തിയായിരുന്നു. അവനൊന്ന് തൊട്ടാൽ ഞാൻ സൗഖ്യം വരും എന്ന് പറയുന്ന വിശ്വാസത്തിന്റെ പ്രവൃത്തി അവിടെ തൊട്ട നിമിഷത്തിൽ, ആ ആക്ഷൻ, ആ മോഷൻ അവിടെ നടന്ന ആ നിമിഷത്തിൽ ശക്തി അവിടെ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ ഫ്രൈഡേ സർവീസിൽ വന്ന് അറ്റൻഡ് ചെയ്യുന്ന ഓരോരുത്തരോടും പറയുന്ന ഇതേ കാര്യം തന്നെയാണ്. ഇന്ന് രാത്രിയിൽ ഇതുപോലെ വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തി, ഒരു കാൽച്ചുവട് മറിയ എടുത്തതുപോലെ, അല്ലെങ്കിൽ യെരിഹോവിന്റെ മുൻപിൽ യോശുവയും ദൈവജനവും ഒരുമിച്ച് എടുത്തതുപോലെ വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തി ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ ഉറപ്പിച്ച് ഞാൻ പറയാം, ശക്തി പുറപ്പെടും. അത്ഭുതത്തിന് വേണ്ടത്, വിടുതലിന് വേണ്ടത്, രോഗസൗഖ്യത്തിന് വേണ്ടത്, അനുഗ്രഹത്തിന് വേണ്ട ശക്തി അതിന്റെ സമയത്ത് അത് പുറപ്പെടും. ഹല്ലേലൂയ. ഒരു നിമിഷം കൈകളൊന്ന് ഉയർത്തിയിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഞാനാണ് കർത്താവെ തെറ്റ് ചെയ്തിരിക്കുന്നത്. സത്യത്തിൽ ഞാൻ വിടുതലിലേക്ക് വരാത്തതും അനുഗ്രഹത്തിലേക്ക് വരാത്തതും നന്മകളിലേക്ക് എത്തിച്ചേരാത്തതും സത്യത്തിൽ കർത്താവേ പലപ്പോഴും എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ്റെ കുറവാണ്. തീരുമാനത്തോടെ പറഞ്ഞേ, നിങ്ങളും അത് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ ഒപ്പം ഞാനും അത് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ആമേൻ, ആമേൻ. നോക്കൂ, ഒരു മൂവ്മെന്റ് ഇല്ലാത്തിടത്ത്, ഒരു ആക്ഷൻ ഇല്ലാത്തിടത്ത് പവർ ഉണ്ടെങ്കിലും റിസൾട്ട് കാണത്തില്ല. ഹല്ലേലൂയ. ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടി, വിശ്വാസത്തിന്റെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം. ഓക്കെ, നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടി 1-2 കാര്യങ്ങൾ പറയാം. നമ്പർ 1, ഫീഡ് യുവർ ഫെയ്ത്ത്. നിങ്ങളുടെ വിശ്വാസത്തെ പോഷിപ്പിക്കുക, തീറ്റിക്കുക, നല്ല തീറ്റ കൊടുക്കുക നിങ്ങളുടെ വിശ്വാസത്തിന്. എങ്ങനെയാ വിശ്വാസത്തിന് തീറ്റ കൊടുക്കാൻ പറ്റുന്നത്? എന്ത് തീറ്റയാ കൊടുക്കുന്നത്? നമുക്കറിയാം, വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനം. ദൈവവചനം എന്ന് പറയുന്ന തീറ്റ നിങ്ങളുടെ അകത്തേക്ക് നിങ്ങൾ കൊടുക്കുന്നിടത്തോളം നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ അകത്ത് വളർന്നുകൊണ്ടിരിക്കും. ദൈവവചനം കൊടുത്തില്ലെങ്കിൽ വിശ്വാസം പട്ടിണി കോലമായി പോകും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് ചോദിച്ചേ, നിങ്ങളുടെ വിശ്വാസം തക്കിടിമുണ്ടനാണോ അതോ പട്ടിണിക്കോലമാണോ? നമ്മൾ നല്ല തക്കടി മുണ്ടന്മാരായിട്ടായിരിക്കണേ. ഓരോ 2 മാസം കൂടുമ്പോൾ 2 കിലോ വെച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വിശ്വാസം എങ്ങനെയാണ്? പട്ടിണിക്കോലമാണ്. ഒന്നുകൂടെ ചോദിക്കേ, വിശ്വാസം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചേ. ഹല്ലേലൂയ. കെന്നത്ത് ഹേഗൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഫെയ്ത്ത് ബിഗിൻസ് വേർ ദ വിൽ ഓഫ് ഗോഡ് ഈസ് നോൺ. ദൈവഹിതം തിരിച്ചറിയുന്നിടത്താണ് വിശ്വാസം ആരംഭിക്കുന്നത്. ഹല്ലേലൂയ. ദൈവഹിതം തിരിച്ചറിയുന്നിടത്ത് നമ്മുടെ വിശ്വാസം ആരംഭിക്കും. ഹല്ലേലൂയ. ബാക്കിയെല്ലാം നമ്മൾ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാലും അതൊക്കെ ബാക്കി നാട്ടുകാരെ പോലുള്ള വെറും ഒരു ശുഭാപ്തി വിശ്വാസം മാത്രമാണത്.
റിയൽ വിശ്വാസമല്ല. റിയൽ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സത്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്നതാണ്. ദൈവം നടത്തുമെന്ന് പറഞ്ഞാൽ നടത്തിയിരിക്കും. അതെങ്ങനെ നടത്തും എന്നുള്ള കാര്യമല്ല, അത് നടത്തിയിരിക്കും. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, ശുഭാപ്തി വിശ്വാസമല്ല, പകരം വിശ്വാസം. പറഞ്ഞേ, ആ വിശ്വാസം വേണമെങ്കിൽ ദൈവവചനം അകത്തൂടെ കൊടുത്ത് 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 നമ്മൾ ആ വിശ്വാസത്തെ ഫീഡ് ചെയ്യണം, അല്ലെങ്കിൽ വിശ്വാസത്തെ കഴിപ്പിക്കണം, വിശ്വാസത്തെ തീറ്റി പോറ്റണം. ഹല്ലേലൂയ. ഒരു ദിവസം എത്ര വചനങ്ങൾ നാം വായിക്കുന്നു, ധ്യാനിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ വർധനവ് എങ്ങനെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട്? കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഒരു വിഷയത്തിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷനൊക്കെ എടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പ്രധാനപ്പെട്ട, നിങ്ങൾക്ക് പല ഇൻറ്റർസെസേഴ്സിനും അറിയാൻ സാധിക്കുന്ന പോലെ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. ഞാനിങ്ങനെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഇന്ന് ഞായറാഴ്ചയാണ്, ദൈവമേ ഇന്ന് എനിക്ക് ഈ വിഷയത്തിൽ പാസ്റ്റർ ഡാമിൻ പറയുന്ന പോലെ ഒരു വെളിപ്പാട് വേണം എന്ന് പറഞ്ഞ പോലെ, കർത്താവേ എനിക്ക് ഈ വിഷയത്തിൽ ഒരു മറുപടി വേണം കർത്താവേ, ഇതിനൊരു ഉത്തരം വേണം കർത്താവേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനിത്. പിന്നെ ഞാനിങ്ങനെ ചിന്തിച്ചു, കർത്താവ് എന്ന് ഈ ആഴ്ച മുതൽ അങ്ങ് 3-4 ദിവസം അങ്ങ് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദേശത്തിന് വേണ്ടിയൊക്കെ ഒന്നങ്ങ് പ്രാർത്ഥിക്കണം എന്നൊക്കെ ഞാനിങ്ങനെ തിങ്കളാഴ്ച മുതൽ എന്തായാലും ഉപവാസമൊക്കെ പ്രഖ്യാപിക്കാം, പ്രാർത്ഥിക്കാം എന്നൊക്കെ കരുതി ഞാനിങ്ങനെ തീരുമാനിച്ച് ഇങ്ങനെയൊക്കെ ഇരിക്കുവാണ്. ആ സമയത്താണ് നമ്മുടെ നെഹമായ കഴിഞ്ഞ ഞായറാഴ്ച നിന്നിട്ട് ഒരു പ്രസംഗം കാച്ചുന്നത്. എന്താണ്? പിശാച് നമുക്ക് വേണ്ടി പണിയെടുക്കട്ടെ എന്ന്. അവൻ എന്നാന്ന് വെച്ചാൽ പണിയെടുക്കട്ടെ, അതിൻ്റെയും കൂടി ഇരട്ടി ലാഭവും പലിശയൊക്കെ നമുക്ക് കിട്ടും. അപ്പം തന്നെ ഉപവാസമൊക്കെ ഞാൻ ക്യാൻസൽ ചെയ്തു. അവൻ അവിടെ കിടന്ന് പണിയെടുക്കട്ടെ, ദേശത്തിൻ്റെ കാര്യത്തിൽ കർത്താവുണ്ട് നോക്കാൻ, അത്ഭുതങ്ങൾ നടക്കാൻ പോകുക. കൊയ്ത്തിൻ്റെ വർഷമാണ് ഈ വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊയ്ത്ത് കയറ്റി കയറ്റി എടുത്തിരിക്കും. ഹല്ലേലൂയ. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇതാണ് വിശ്വാസം. വിശ്വാസത്തെ ഫീഡ് ചെയ്യാൻ നമുക്ക് പറ്റണം. അത് ദൈവവചനത്താലേ പറ്റത്തുള്ളൂ. ദൈവദാസന്മാരുടെ സന്ദേശത്താലാണ് അത് പറ്റുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? മറ്റ് പല കാര്യങ്ങൾ ഫീഡ് ചെയ്യുന്നത് കൊണ്ട് അത് കിട്ടണം എന്നില്ല, ഒരിക്കലും കിട്ടത്തില്ല. അതുകൊണ്ട് ഈ ലോകത്തിലെ പല കാര്യങ്ങൾ ഫീഡ് ചെയ്യുന്നതിനേക്കാളും വിശ്വാസത്തെ ഫീഡ് ചെയ്യുവാൻ ദൈവത്തിൻ്റെ വചനം മാത്രമേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ദൈവഹിതം തിരിച്ചറിയുന്നിടത്താണ് വിശ്വാസം തുടങ്ങുന്നതെന്ന് പറഞ്ഞു. ഏറ്റവും വലിയ ഉദാഹരണം അബ്രഹാമാണ്, ശരിയല്ലേ? അബ്രഹാമിനെ ഒന്ന് നോക്കിക്കേ. അബ്രഹാം ദൈവഹിതം തിരിച്ചറിഞ്ഞെടുത്ത് അവൻ്റെ ജീവിതത്തിൽ എന്തു തുടങ്ങി? വിശ്വാസം ആരംഭിക്കാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ. എവിടെയാണ് ദൈവഹിതം അവൻ തിരിച്ചറിഞ്ഞത്? ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരിക, 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എന്താണ്? എല്ലാം വിട്ടിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞെടുത്ത് അവൻ ദൈവഹിതം തിരിച്ചറിഞ്ഞു. ഓക്കെ, ഞാൻ നിൽക്കുന്നിടമല്ല ദൈവത്തിൻ്റെ ഹിതം, ഞാൻ പോകേണ്ടവനാണ്, ഞാൻ പോകുന്നിടത്താണ് ദൈവം ഒരു ദൈവഹിതം എനിക്ക് വെച്ചിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നിടത്ത് അവൻ യാത്ര തുടങ്ങിയ. എന്ത് യാത്രയാണ്? ഒരു ഫെയ്ത്ത് ജേണി, വിശ്വാസത്തിൻ്റെ ഒരു യാത്ര അവൻ ആരംഭിച്ചു. ദൈവഹിതം തിരിച്ചറിയുന്നിടത്തെ നമുക്ക് വിശ്വാസം ആരംഭിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ദൈവവചനത്താലാണ് നമ്മുടെ വിശ്വാസത്തെ നമ്മൾ തീറ്റി പോറ്റേണ്ടത്. അങ്ങനെ ദൈവവചനത്താൽ തീറ്റി പോറ്റുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാമോ? ആ ദൈവവചനത്തിൻ്റെ റിഫ്ലക്ഷനാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലനങ്ങളാണ് പുറത്തോട്ട് വരാനായിട്ട് തുടങ്ങുന്നത്. ഹല്ലേലൂയ. നല്ല ചിക്കനും നല്ല ബീഫും നല്ല മീനും ഒക്കെ കൊടുത്ത് നന്നായിട്ടൊരു കൊച്ചിനെ നിങ്ങൾ കഴിപ്പിച്ച് നല്ല പുഷ്ടി വെപ്പിച്ച് കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ കൊച്ചിൻ്റെ സ്കിന്നൊക്കെ കാണുമ്പോൾ എന്താ അല്ലേ, നല്ല നല്ല തക്കടി മുണ്ടനായിട്ട് ഇരിക്കുകയല്ലേ. എന്തുകൊണ്ടാണ് കാര്യം? അതിന് കൊടുത്ത ഭക്ഷണം അതാണത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ആ കുട്ടിയുടെ മുഖത്ത് അത് റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും, ആ കുട്ടിയുടെ ഹെയറിൽ അത് റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും, നഖത്തിൽ അതിൻ്റെ ആരോഗ്യം ഉണ്ടായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, പുറമേയുള്ള പലതിലേക്കും അത് തിരിച്ചറിയാനായിട്ട് തുടങ്ങും. കാരണം കിട്ടിയിരിക്കുന്ന ഭക്ഷണം പോഷക സമൃദ്ധമായ ഭക്ഷണമാണ്. ഇതുപോലെ ദൈവവചനം എന്ന് പറയുന്ന ഭക്ഷണം ശരിയായ വിധത്തിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വിശ്വാസം കണ്ടാൽ അറിയാം നമ്മൾ ശരിക്കുമുള്ള വിശ്വാസിയാണെന്ന്. പണ്ടോ ആരോ പറഞ്ഞു, നെയ്യപ്പത്തിൽ നെയ്യില്ല, പാലപ്പത്തിൽ പാലില്ല എന്ന് പറഞ്ഞ പോലെ വിശ്വാസിക്ക് വിശ്വാസമില്ല. അങ്ങനത്തെ എന്താ പറയുക, ഉണങ്ങിയ വിശ്വാസിയല്ല, ശരിക്കും വിശ്വാസമുള്ള ഒരു വിശ്വാസിയാണ് നമ്മൾ ഓരോരുത്തരും. എത്ര പേർ ചേർന്ന് ഒരു ഹല്ലേലൂയ പറയും? അടുത്തത്, എക്സസൈസ് യുവർ ഫെയ്ത്ത്. നിങ്ങളുടെ വിശ്വാസത്തിന് എന്താ ചെയ്യുക? എക്സസൈസ് ചെയ്യുക. അതിനെപ്പോഴും പ്രവർത്തന നിരതമാക്കുക.
എങ്ങനെയാണ് പ്രവർത്തന നിരതമാക്കാൻ പറ്റുന്നത്? പ്രവർത്തന നിരതമാക്കുന്നത് ബൈ ആർ ആക്ഷൻസ്, അല്ലേ? നമ്മുടെ പ്രവൃത്തികളിലൂടെ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഏതെങ്കിലും ഒരു കാര്യത്തെ പ്രവർത്തന നിരതമാക്കാൻ പറ്റുന്നത്. അപ്പൊ വിശ്വാസത്തെ പ്രവർത്തന നിരതമാക്കണം എന്ന് പറയുമ്പോൾ എന്താ പറയാ, നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ പോലും വിശ്വാസത്തെ എക്സസൈസ് ചെയ്യാൻ വേണ്ടി കൊടുക്കണം. ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേര് എക്സസൈസ് ചെയ്യുന്നവരുണ്ടെന്ന് എനിക്കറിയില്ല. രാവിലെ തന്നെ വ്യായാമം ചെയ്യുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. വ്യായാമം ചെയ്യുമ്പോൾ എന്താ, കൈക്ക് കിട്ടേണ്ട വ്യായാമം, കാലിന് കിട്ടേണ്ട വ്യായാമം, നടുവിന് കിട്ടേണ്ട വ്യായാമം, ഇങ്ങനെ പല പല അല്ലേ, പല പല സ്ട്രെച്ചിങ് എക്സസൈസുകൾ, മറ്റ് പല എക്സസൈസുകളൊക്കെ ഉണ്ട്. ഓരോ ശരീരത്തിൻ്റെ ഭാഗത്തും കിട്ടേണ്ട വ്യായാമങ്ങളുണ്ട്. ഓക്കെ, ഇതുപോലെ തന്നെ നിങ്ങളുടെ വിശ്വാസത്തിന് മസിൽസ് വരാൻ വേണ്ടിയിട്ട് ഒരു നല്ല വ്യായാമം, അല്ലെങ്കിൽ അതിനെ പ്രവർത്തന നിരതമാക്കണം. ഹല്ലേലൂയ. കൈക്ക് നല്ല മസിൽ വരാൻ കൈക്കൊരു വ്യായാമമുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ വായിൽ നിന്ന് ശരിയായ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പുറപ്പെടുകയാണെങ്കിൽ അതാണ് വിശ്വാസത്തിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ വ്യായാമം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, നമ്മുടെ വായാണ് ആദ്യം ശരിയാക്കേണ്ടത്. പറഞ്ഞേ, നമ്മുടെ വായാണ് ആദ്യം ശരിയാക്കേണ്ടത്. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119 അധ്യായം 9 വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്ന ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെയാണെന്ന് അവൻ ആ ഹൃദയത്തിൽ കാര്യങ്ങളെ സൂക്ഷിക്കുന്നത് കൊണ്ട്. ബൈബിൾ പറയുന്നത് ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് വായ് സംസാരിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ആ ഹൃദയവും വായും അവിടെ ആ എക്സസൈസ് ചെയ്യുന്നിടത്താണ് വിശ്വാസം അതിശക്തമായിട്ട് വളരാൻ തുടങ്ങുന്നത്. ഹല്ലേലൂയ. ഒന്ന് നെഞ്ചിലേക്ക് കൈവച്ചേ. എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവവചനം കൊണ്ട് നിറച്ച് വിശ്വാസത്താൽ ഞാൻ നിറയുന്നു. ഇനി വായിലോട്ട് കൈയെടുത്ത് വെക്ക്. എൻ്റെ വായിൽ നിന്ന് ഇനി മുതൽ വിശ്വാസത്തിൻ്റെ വാക്കുകൾ മാത്രമേ പുറപ്പെട്ടു വരികയുള്ളൂ. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയും? സോ ഫെയ്ത്ത് ആൻഡ് ആക്ഷൻസ്, ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസവും പ്രവൃത്തിയും അതൊരു ടീം വർക്കാണ്. അവർ ഒരുമിച്ച് എപ്പോഴും പോവുകയാണ്. പക്ഷെ വിശ്വാസവും ഫെയ്ത്ത് ആൻഡ് ഡൗട്ട്, വിശ്വാസവും സംശയവും, ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഒരിക്കലും പോകുകയില്ല എന്ന് പറഞ്ഞു. മൂന്നാമത്തെ കാര്യം, സ്പീക്ക് യുവർ ഫെയ്ത്ത്. ഞാൻ നേരത്തെ പറഞ്ഞത്, മലകളോട് സംസാരിക്കാനായിട്ട് പറഞ്ഞത്, നിങ്ങളുടെ വിശ്വാസത്തെ സംസാരിക്കുക, നിങ്ങളുടെ വിശ്വാസത്തെ മറ്റുള്ളവരോട് ഉറക്കെ പറയുക. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4 അധ്യായം അതിൻ്റെ 13 വചനത്തിൽ പറയുന്നു, ഐ സ്പോക്ക് ബിക്കോസ് ഐ ബിലീവ്ഡ്. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. അങ്ങനെയാണ് പറയുന്നത്. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. ഒന്ന് പറഞ്ഞു നോക്കിയേ. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. ഒന്നുകൂടെ പറഞ്ഞു നോക്കിയേ. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. ഒന്നുകൂടെ. അവിടെ എഴുതിയിട്ടുണ്ട്, സ്ക്രീനിൽ കാണാം. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. വിശ്വസിച്ചു കഴിഞ്ഞാൽ സംസാരിക്കാൻ പറ്റണം. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ പറയാം. വിശ്വാസം അകത്ത് ഒളിപ്പിച്ചു വെക്കുന്ന ഒന്നല്ല. വിശ്വാസത്തെ വായിലൂടെ നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റണം. നമ്മൾ വിശ്വാസം ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ചില ആളുകൾ നമ്മളെ അഹങ്കാരികളാണെന്ന് പറഞ്ഞേക്കും. ചില ആളുകൾ നമ്മളെക്കുറിച്ച് പറയും, ഒരു പരിജ്ഞാനവും ഇല്ലാത്തവരാണെന്ന് പറഞ്ഞേക്കും. ചിലപ്പോൾ ചില ആളുകൾ പറയും, ഒരു ബുദ്ധിയും ഇല്ലാത്തവരാണെന്ന് പറഞ്ഞേക്കും. ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കും. പക്ഷെ വിശ്വാസത്താൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ അകത്തിരിക്കുന്ന വിശ്വാസത്തെ നിങ്ങൾ വളർത്തുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ അകത്തൊരു കുഞ്ഞു ഉരുവായപ്പോൾ സ്ത്രീകൾക്കത് മനസ്സിലാകും. എത്ര നാള് ആരും കാണാതെ സർപ്രൈസ് ആയിട്ട് വെക്കാൻ പറ്റിയിട്ടുണ്ടാവും? കുറച്ച് നാളൊക്കെ വെക്കാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾ ആ കുഞ്ഞിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങും. അകത്തിരിക്കുന്ന കുഞ്ഞിനെ പറ്റി നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങും. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളവരെ സംസാരിക്കാൻ തുടങ്ങും. ആരെങ്കിലും ആ കുഞ്ഞിനെ കാണുന്നുണ്ടോ? ആ കുഞ്ഞിൻ്റെ കണ്ണ് എങ്ങനെയാണെന്നറിയാമോ? ചെവി എങ്ങനെയാണെന്നറിയാമോ? ഏത് രൂപമാണെന്നറിയാമോ? ഇതൊന്നും അറിയാതെ തന്നെ അനക്കുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്, ഇതൊക്കെ നിങ്ങൾ സംസാരിക്കാനായിട്ട് തുടങ്ങിയ ശരിയല്ലേ ഞാൻ പറയുന്നത്? അങ്ങനെയെങ്കിൽ വിശ്വാസത്തെക്കുറിച്ച് നിങ്ങളുടെ വായ കൊണ്ട് നിങ്ങൾ സംസാരിക്കണം. മറ്റുള്ളവരുടെ മുൻപാകെ വിശ്വാസത്താൽ ചിലത് പറയണം. ചിലപ്പോൾ ഒരു പക്ഷേ സാമ്പത്തികമായിട്ട് വലിയ ഞെരുക്കത്തോടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് പറയണം, ഇല്ല, ഇതൊക്കെ മാറുമെന്ന് എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും അടുത്തൊരു 5 വർഷം കഴിയുമ്പോൾ നോക്കിക്കോ, ഇന്നതുപോലെ ഞാൻ നടക്കുന്നത് നിങ്ങൾ കാണാൻ പോകുകയാണ്.
ഹല്ലേലൂയ. ഒരു പക്ഷെ നിങ്ങളുടെ മക്കളുടെ വിവാഹം കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ കളിയാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ മുൻപാകെ വിളിച്ചു പറയണം, ഇല്ല, ഇത് നടക്കാം, എത്രയും പെട്ടെന്ന് നടക്കും, ഇത് എൻ്റെ ഉള്ളിൽ തോന്നുന്നുണ്ട്, വരുന്നുണ്ട്, എന്തോ ഒരു കാര്യം വരുന്നുണ്ട്. അപ്പൊ അവർ ചോദിക്കും, കാര്യങ്ങളൊക്കെ റെഡിയായോ? റെഡിയായി അങ്ങ് പറഞ്ഞേക്കണം, റെഡി ആയെന്ന് അങ്ങ് പറഞ്ഞേക്കണം, സമയമാകുമ്പോൾ അങ്ങ് പറഞ്ഞേക്കാമെന്ന് അങ്ങ് പറഞ്ഞേക്കണം. ഹല്ലേലൂയ. കാരണം വിശ്വാസം നിങ്ങളുടെ വായ കൊണ്ട് നിങ്ങൾ സംസാരിക്കണം. സ്പീക്ക് യുവർ ഫെയ്ത്ത്. നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ സംസാരിക്കുക. ഹല്ലേലൂയ. അങ്ങനെയാണ് നിങ്ങൾക്ക് മലകളോട് സംസാരിക്കാൻ സാധിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അതുപോലെ രാജ്യങ്ങളോട് സംസാരിക്കാനായിട്ട് സാധിക്കുന്നത്. റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അബ്രഹാമിനെ കുറിച്ച് പറയുന്നത്, അവൻ ബഹുജാതികൾക്ക് അവനെ പിതാവാക്കി വെച്ചു എന്ന് അവൻ വിശ്വസിച്ചു. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവൻ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നല്ലോ. 18-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അവൻ അങ്ങനെ നിന്റെ സന്തതി ഇവണ്ണമാകും എന്നുള്ളതൊക്കെ ആശയ്ക്ക് വിരോധമായി അവൻ ആശയോടെ അങ്ങ് വിശ്വസിച്ചു. അവനങ്ങ് പറഞ്ഞുകൊണ്ട് നടന്നു, കർത്താവ് എനിക്ക് കുഞ്ഞിന് തരുന്നേ. കർത്താവ് ഒരു കുഞ്ഞിനെയല്ല തരാൻ പോകുന്നത്, എന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയാണ് ദൈവം വെച്ചിരിക്കുന്നത്, എന്നെ വലുതാക്കാമെന്നാ പറഞ്ഞിരിക്കുന്നത്, എന്നെ ഇതുപോലെ ആക്കാമെന്നാ പറഞ്ഞിരിക്കുന്നത് എന്ന് വായ കൊണ്ട് പറയാനായിട്ട് തുടങ്ങി. ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ, അതിനകത്ത് നിങ്ങൾക്കൊരു വിശ്വാസം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയൊക്കെ ചാൻസ് കിട്ടുമോ അവിടെയൊക്കെ കേറി അടിച്ചോണം. എന്തു പറയണം? ഇത് നടക്കും, ഇത് നടക്കും, ഇങ്ങനെ വരാൻ പോകുക എന്ന് വായ കൊണ്ട് പറഞ്ഞോണം. പലപ്പോഴും നമുക്കത് പുസ്തകത്തിൽ എഴുതി വെച്ച് വീട്ടിൽ മടക്കി വെച്ച് പോകാനോ അല്ലെങ്കിൽ അതിൻ്റെ ഓഡിയോ ഇരുന്ന് കേട്ട് രസിക്കാനോ ഒക്കെയാണ് നമുക്കിഷ്ടം. പക്ഷെ ഓഡിയോ കേട്ട് രസിച്ചാലും പുസ്തകത്തിൽ അത് എഴുതി വെച്ചാലും അത് സാധ്യമാകുകയില്ല. എവിടെ നിങ്ങളുടെ വായ കൊണ്ട് ദൈവം ഇതുപോലെ നടത്താൻ പോകുക, ദൈവം ഇതുപോലെ ചെയ്യാൻ പോകുക എന്ന് നിങ്ങളുടെ വായ കൊണ്ട് നിങ്ങളെ നിന്ദിക്കുന്നവരുടെ നടുവിൽ പോലും നിങ്ങൾ പറയുന്നിടത്താണ് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചപ്പോൾ ഒറ്റ പുത്രനിലൂടെ ബഹുജാതികളുടെ പിതാവ് എന്ന പദവിയിലേക്ക് അവൻ എത്തിച്ചേർന്നത്. ഹല്ലേലൂയ. നമ്മൾ ഓർത്ത് ബഹുജാതികൾക്ക് പിതാവ് എന്ന് പറഞ്ഞപ്പോൾ യാക്കോബിന് മക്കൾ ജനിച്ച പോലെ 12 മക്കൾ, പിന്നെ ഒരു ദീനാമോളൊക്കെ. അബ്രഹാമിന് ജനിച്ചില്ല, ഒരെണ്ണം മതിയെന്നേ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കിയിട്ട് പറ, ഒരെണ്ണം മതി. പറഞ്ഞേ, കർത്താവിൻ്റെ വാഗ്ദാനം പൂർത്തിയാകാൻ. ഒത്തിരി സാധനമൊന്നും നടക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ നമ്മൾ ചിന്തിച്ച് പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളാ. പക്ഷെ കർത്താവിന് അവന്റെ വാഗ്ദാനത്തെ പൂർത്തിയാക്കാൻ ഒരു സിമ്പിൾ, ഒരു കൊച്ചു കാര്യം മതി. അന്നത്തെ കണക്കനുസരിച്ച് 20, 24, 30 തലമുറകൾ ഉണ്ടെങ്കിലാണ് എന്തെങ്കിലും ഒരു സാധനം പിടിച്ചെടുക്കാൻ പറ്റുകയുള്ളായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. എന്നാൽ അതിന്റെ നടുവിൽ കർത്താവ് പറയുക, നിനക്ക് ഞാൻ ഒരു പുത്രനെ നൽകാൻ പോകുക, ഒരൊറ്റ പുത്രനിലൂടെ ഞാനിത് ബഹുജാതികൾക്ക് പിതാവ്. ഞാൻ ഇസ്മായിലൊന്ന് മാറ്റി നിർത്തുകയാ. ബഹുജാതികൾക്ക്, ആത്മീകമായ വിഷയത്തിൽ പോലും ബഹുജാതികൾക്ക് പിതാവാക്കി ഞാൻ നിന്നെ തീർക്കാനായിട്ട് പോകുകയാണ്. ഹല്ലേലൂയ. ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക, വിശ്വാസം നമ്മൾ മറ്റുള്ളവരോട് പറയണം. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കിയിട്ട് പറ, വിശ്വാസം മറ്റുള്ളവരോട് പറയണം. പിന്നെ ഒരു പിടിച്ചാൽ ഇച്ചിരി പ്രയാസമുള്ളൊരു കാര്യമെങ്കിലും ഞാൻ പറയാം, വിശ്വാസം നിങ്ങളുടെ ദൈവത്തോടും പറയണം. പറയണം. അപ്പോഴാ കർത്താവ് ഇങ്ങനെ ശരിക്കും എൻ്റെ DNA ആണല്ലോ എന്ന് പറയുന്ന ഒരു ധൈര്യം നമ്മുടെ കർത്താവിന് കിട്ടുന്നത്. പ്രാർത്ഥനയിൽ ഇരുന്നുകൊണ്ട്, കർത്താവേ നീ ഇന്ന സ്ഥലം തരാമെന്നൊക്കെ പറഞ്ഞതായിരിക്കുന്ന ആളാ, അത് ഞാൻ പിടിച്ചെടുക്കാൻ തയ്യാറായിട്ടുണ്ട് കേട്ടോ, ഇപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട് എന്ന് പറയാനുള്ള ചങ്കൂറ്റം പ്രാർത്ഥനയും നമുക്കുണ്ടാകണം. വിശ്വാസം കർത്താവിനോടും പറയണം. ഇച്ചിരി ദഹിക്കാൻ ബുദ്ധിമുട്ടാ, എങ്കിലും ഞാനത് പറയുക. പക്ഷെ ഒന്ന് എക്സസൈസ് ചെയ്ത് നോക്ക്. നിങ്ങൾ വിശ്വാസത്താൽ മനുഷ്യരോട് പറഞ്ഞ കാര്യങ്ങൾ പ്രാർത്ഥനയിൽ ദൈവത്തോട് നിങ്ങൾ പറയുവാനായിട്ട് തുടങ്ങുക. ഇത് ചെയ്യുമ്പോൾ വിശ്വാസം നിങ്ങൾ ശക്തമായിട്ട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത്, ഫ്രീ യുവർ ഫെയ്ത്ത് ഫ്രം നെഗറ്റിവിറ്റി. നെഗറ്റീവായ കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ വിശ്വാസത്തെ സ്വതന്ത്രമാക്കുക. നിങ്ങളുടെ വിശ്വാസത്തെ എപ്പോഴും എന്താ പറയുക, ഒരു സ്വതന്ത്രമാക്കി, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തെ എപ്പോഴും കാത്തു സൂക്ഷിക്കണം നിങ്ങൾ. യാക്കോബിന്റെ ലേഖനത്തിലാണ് 1-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത്, വിശ്വസിക്കുന്നവൻ സംശയിക്കാതെ, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. വിശ്വസിക്കുന്നവൻ സംശയിക്കാതെ. നെഗറ്റീവ് അവിടെ എഴുതിയിരിക്കുന്നു. നോക്കി, സംശയിക്കുന്നവൻ കാറ്റടിച്ച് അടയുന്ന
കടൽ തിരക്ക് സമനാകുന്നു. എന്നാൽ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. നിങ്ങൾ കണ്ടോ വചനം? അപ്പൊ വിശ്വസിക്കുന്ന ആള് എങ്ങനെയാണ്? ഒന്നും സംശയിക്കാതെ വേണം അവൻ യാചിക്കേണ്ടത്. അപ്പോൾ ഒട്ടും സംശയം പാടില്ല, ഒട്ടും നെഗറ്റീവ് പാടില്ല. നെഗറ്റീവ് വരുന്നിടത്ത് നിങ്ങളുടെ വിശ്വാസം മാറിപ്പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് സംശയിക്കാതെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കണം. നമ്മൾ പലപ്പോഴും ഈ അടുത്ത കാലത്ത് ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒത്തിരി മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. ഒത്തിരി മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഉണ്ട്. സാധാരണ ആളുകൾ പോലും ഭയങ്കര മോട്ടിവേഷണലായിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ നടന്നിരിക്കുന്ന ഒരൊറ്റ കാര്യത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് അത് പലപ്പോഴും സംസാരിക്കുന്നത്. ചില സമയത്ത് ചിന്തിച്ചു പോയിട്ടുണ്ട്, അത് അത്രയും വേറൊരാൾക്ക് അത് പ്രോപ്പർ ആകണമെന്നില്ല. വേറൊരു സംസ്കാരത്തിൽ വളർത്തപ്പെടുന്ന ഒരാൾക്ക്, വേറൊരു ജെൻഡറിന്, ഒരു ലേഡി അത് പറയുമ്പോൾ ആണുങ്ങൾക്ക്, പുരുഷന്മാർക്ക് അത് സാധ്യമാകണമില്ല. പുരുഷന്മാർ പറയുമ്പോൾ അത് സ്ത്രീകൾക്ക് സാധ്യമായി തീരണമെന്ന് തോന്നാറില്ല. വേറൊരു ജെൻഡറിന് അത് സാധ്യമായി തീരില്ല. അല്ലെങ്കിൽ ഒരു യൂത്ത്സ് നിന്നിട്ട് പറയുമ്പോൾ അവർ പറയുന്ന ആ കാര്യങ്ങൾ ചിലത് ഒരു മാതാപിതാക്കളുടെ തട്ടിൽ നിൽക്കുന്നവർക്ക് അതൊരിക്കലും യോഗ്യമായിട്ട്, ചിലപ്പോൾ അല്ലെ എല്ലാത്തിനും യോഗ്യമല്ലെന്ന് ചിന്തിക്കുന്ന പാരൻസ് ഉണ്ട്, ഞാൻ അതല്ല പറയുന്നത്. പക്ഷെ ഒരു സോഷ്യൽ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് നമുക്കുള്ള, സാമൂഹികമായിട്ടുള്ള ഒരു പ്രതിബദ്ധതയുണ്ട് നമുക്ക്. ഈ സാമൂഹിക പ്രതിബദ്ധതയ്ക്കും അനുസൃതമല്ലാത്ത പല കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കേൾക്കാറുണ്ട്. ഞാനുള്ള സത്യം നിങ്ങളോട് പറയാം, ഇതൊക്കെ ഗ്രേ ഏരിയാസ് ആണ്. അവരുടെ ചെറിയ സത്യങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ. പലതും ഗ്രേ ഏരിയാസ് ആണ്. ഇതിനെ എടുത്ത് തലയിലോട്ട് എടുത്തു വെച്ച കുടുംബജീവിതം കട്ടപ്പുക, റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ ബന്ധങ്ങളിൽ വലിയ വിള്ളലുകൾ ഉണ്ടാകും. ചിലപ്പോൾ നിങ്ങൾക്ക് മനുഷ്യരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലാകും. അത് സഭയ്ക്കകത്താണെങ്കിലും ശരി, ജോലി സ്ഥലത്താണെങ്കിലും ശരി, മറ്റുള്ളവരെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ സാധിക്കും. ഇതൊക്കെ കാരണം ഇത്തരം പലപ്പോഴും ഞാൻ അതുകൊണ്ട് തന്നെ ബൈബിൾ ഭാഷയിൽ ബൈബിൾ മാത്രമാണ് ട്രൂത്ത് എന്ന് പറയുന്നത്, സത്യം എന്ന് പറയുന്നത്. ആ സത്യത്തിന് മാത്രമാണ് നമ്മളെ സ്വതന്ത്രമാക്കാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ അതിനപ്പുറം വരുന്നതൊന്നും ട്രൂത്ത് അല്ല. ചിലത് ബ്ലാക്ക് ഏരിയാസ് ഉണ്ട്, ചിലത് ഗ്രേ ഏരിയാസ് ഉണ്ട്. ഇതിൽ പല ആളുകളും ഇതിൽ പലതും ഗ്രേ ഏരിയാസിൽ പെടുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇത്തരം മോട്ടിവേഷനിലാണ് എന്ന് കരുതിയിട്ട് ഇത്തരം കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ അകത്ത് നെഗറ്റിവിറ്റി കൂടുതലായിട്ട് വർദ്ധിക്കും. എന്നാൽ നിങ്ങളുടെ വിശ്വാസത്തെ സംരക്ഷിക്കണമെങ്കിൽ, നിങ്ങളുടെ വിശ്വാസത്തെ പൊതിഞ്ഞു സൂക്ഷിക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിന്നിട്ട് യഥാർത്ഥ സത്യമായിട്ടുള്ള പത്യോപദേശമായിട്ടുള്ള ദൈവവചനത്തിന് അനുസൃതമായിട്ടുള്ള കാര്യങ്ങളെ മാത്രം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഏറ്റെടുക്കുക. അത് മാത്രം കേൾക്കുവാനായിട്ട് സമയം വിനിയോഗിക്കുക. അതിലൂടെ മാത്രം പോകുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ തീരുമാനിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ നമുക്ക് പിടിച്ചുകൊള്ളുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറയുക, നിങ്ങളുടെ വിശ്വാസത്തെ കൊന്നുകളയുന്ന ഒന്നാണ് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ വിശ്വാസത്തെ ഇന്ന് രാത്രിയിൽ ഒന്ന് ഉയർത്താമെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളിലേക്ക് ഇന്ന് രാത്രിയിൽ നമ്മൾ എത്തിച്ചേരാമെങ്കിൽ പരിശുദ്ധാത്മാവിന് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ഇന്ന് രാത്രി ചെയ്യാനായിട്ട് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ഒരു നിമിഷം നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിക്കേ. ഹല്ലേലൂയ. ഓ ജീസസ് ലോർഡ്. ഹല്ലേലൂയ. അസാധ്യം എന്ന് കരുതുന്ന പല കാര്യങ്ങളും കണ്ടേക്കാം, അസാധ്യം എന്ന് നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും കണ്ടേക്കാം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ അസാധ്യം എന്ന് ചിന്തിക്കുന്നിടത്ത് അത് സാധ്യമാകും എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ശരിയായ വിശ്വാസം എന്ന് പറയുന്നത്. സകലതും അസാധ്യമായിരുന്നു എസ്തേറിന്റെ മുന്നിൽ. പക്ഷെ എസ്തേർ ഒരു തീരുമാനമെടുത്തു. പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് ഇതൊന്നും ശരിയല്ല, കാര്യങ്ങൾ അനുസരിച്ചിട്ട്, നിയമം അനുസരിച്ചിട്ട് ഇതൊന്നും ശരിയല്ല, പക്ഷേ ഞാൻ പോവുകയാണ്, രാജാവിനെ കാണുകയാണ്. ചിലപ്പോൾ ഒരുപക്ഷെ എൻ്റെ തല പോകുമായിരിക്കും, പക്ഷെ ഞാൻ പോകുകയാണ്. നോക്കൂ, ഒരു വിശ്വാസത്തിൻ്റെ പ്രവൃത്തി. അവളുടെ അന്തപുരത്തിൽ നിന്ന് അവൾ എഴുന്നേൽക്കുകയാണ്, കൊട്ടാരത്തിലേക്ക് അവൾ പോവുകയാണ്. ജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയുമായിട്ട് അവൾ പോവുകയാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇതുപോലെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി അസാധ്യം എന്ന് എല്ലാവരും എഴുതിത്തള്ളുന്നിടത്ത്
വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തി. മറിയ അപ്പുറത്ത് പോയി നിന്ന് സംസാരിച്ചതുപോലെ അവൻ എന്തെങ്കിലും ചെയ്യും, അവൾക്ക് ഉറപ്പാ. അതുകൊണ്ട് അവനോട് സംസാരിക്കുക, അവൻ പറയുന്ന അതുപോലെ കേട്ടോണം എന്ന് പറയുന്ന അവളുടെ ആ പ്രവൃത്തിയിലാണ് അവിടെ അത്ഭുതം കാണാനായിട്ട് തുടങ്ങിയത്.